എന്താണിത്? സ്പെഷ്യൽ കേക്ക്. നല്ല അടിപൊളി കേക്കാണ്. വളരെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാം. എണ്ണ തീരെ ആവശ്യമില്ല. പിന്നെ എണ്ണയിൽ പൊരിക്കണ്ട. കുറഞ്ഞ തീയിൽ അങ്ങനെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്പെഷ്യൽ കേക്കാണ്. അപ്പൊ ഈ ഒരു കേക്ക് മുഴുവനായിട്ട് കാണാം. ഒരു കഷ്ണം കഴിച്ചോക്ക്. അപ്പൊ ഈ എപ്പിസോഡ് സ്കിപ്പ് ചെയ്യാതെ കാണാം. അളവുകളൊക്കെ ഞാൻ പിന്നെ പറയാം. ഇത് വലിയുള്ളി പൊടിപൊടിയായിട്ട് അരിഞ്ഞിട്ടുള്ളത്, ഇത് ക്യാപ്സിക്കം ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞിട്ടുള്ളത്, ഇത് ക്യാരറ്റ് ചീകിയതാണ്, ഇത് തേങ്ങ ചിരകിയത്, ഇത് തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത്, ഇത് അരക്കപ്പ് അരിപ്പൊടിയും ഒരു 5 കോഴിമുട്ടയും. ഇതിപ്പോൾ മാർക്കറ്റിൽ കിട്ടും ഈ തണ്ട്. ഇപ്പോൾ അതിൻ്റെ സീസണാണ്. വെളുത്തുള്ളിത്തണ്ട് എന്ന് പറയും. അപ്പോൾ അതും പൊടിപൊടിയായിട്ട് അരിഞ്ഞത്. ഇതിലേക്ക് ഞാൻ ആദ്യം 5 കോഴിമുട്ട ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണമെങ്കിൽ നമുക്ക് പിന്നെ വീണ്ടും ലാസ്റ്റ് മിക്സ് ചെയ്തിട്ട് ഒഴിക്കാം. ഇതിലേക്ക് എല്ലാതും ഞാൻ 1 കപ്പാണ് എടുക്കുന്നത്. 250 മില്ലിൻ്റെ 1 കപ്പ് വലിയ ഉള്ളി പൊടിപൊടിയായിട്ട് അരിഞ്ഞത്, അതുപോലെ 1 കപ്പ് ഈ ഉള്ളീൻ്റെ തണ്ട്, 1 കപ്പ് ക്യാരറ്റ് ചീകിയത്, പിന്നെ 1 കപ്പ് ക്യാപ്സിക്കം പൊടിപൊടിയായിട്ട് അരിഞ്ഞിട്ടുള്ളത്, പിന്നെ തക്കാളി ഇതേപോലെ 1 കപ്പ്, തേങ്ങ ചിരകിയത് 1 കപ്പ്, വെളുത്തുള്ളി അരച്ചത് 1/2 ടേബിൾ സ്പൂണ്, പച്ചമുളക് അരച്ചത് 1/2 ടേബിൾ സ്പൂണ്, അരിപ്പൊടി ഒരു 1/2 കപ്പ്, 250 മില്ലിൻ്റെ 1/2 കപ്പാണ്. ഇത് കുറച്ച് മല്ലിയില. എന്നിട്ട് നല്ലോണം അങ്ങോട്ട് മിക്സ് ചെയ്യുക. ഞാൻ 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട്, അതിൻ്റെ വീഡിയോ മിസ്സായതാണ്. എന്നിട്ട് നല്ലോണം അങ്ങോട്ട് മിക്സ് ചെയ്യുക. കുറച്ച് റുമ്മാൻ്റെ പീസ് ഉണ്ടായിരുന്നു, അതും അതിലേക്ക് ഇട്ടിട്ടുണ്ട്. അത് നിർബന്ധമൊന്നുമില്ല, ഒരു ചെറിയൊരു മധുരം കിട്ടും. അത് എൻ്റെ അടുത്ത് കുറച്ച് ബാലൻസ് ഉള്ളതുകൊണ്ട് ഞാൻ ഇട്ടാണ്. എന്ത് പച്ചക്കറി ഇതിലേക്ക് ഇടുക, ഉപ്പ് ആവശ്യത്തിന് ഇടുക. എന്നിട്ട് നല്ലോണം അങ്ങോട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ മിക്സ് ചെയ്ത് കഴിഞ്ഞ ശേഷം ശരിക്കും നല്ലവണ്ണം കൈകൊണ്ട് മിക്സ് ചെയ്തതിന് ശേഷം ഞാനത് കുറച്ചൊരു കോഴിമുട്ടൻ്റെ ഒരു കുറവുണ്ട്, അപ്പോൾ ഞാൻ 1 മുട്ടയും കൂടെ അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചിട്ടിട്ടുണ്ട്. ഇതിന് ഉപ്പ് ആദ്യം എല്ലാ പച്ചക്കറിയിലും കുറച്ച് മിക്സ് ചെയ്തിട്ട് അങ്ങനെ ആക്കിയാൽ കുറച്ചും കൂടി ഉത്തമമായിരിക്കും. ഇത് ഞാൻ ഉപ്പ് മൊത്തം ഇട്ടിട്ടുള്ളത്. പൊതുവേ മുമ്പൊക്കെ ഞാൻ അങ്ങനെ ഉണ്ടാക്കാറുള്ളത്, അത് മറന്നുപോയതാണ്. അപ്പോൾ ഞാനൊരു 20 സെൻറ്റിമീറ്റർ ഡയമീറ്ററുള്ളൊരു നോൺ സ്റ്റിക്ക് പാത്രമാണ്. അതിൻ്റെ ഉള്ളിൽ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് ബ്രഷ് കൊണ്ട് എല്ലാ ഭാഗത്തുമായിട്ട് തേച്ച് പിടിപ്പിച്ചാണ്. ഇതിപ്പോൾ ഇതിലേക്ക് ഞാൻ നേരിട്ടിട്ട് ഒഴിക്കുകയാണ്, പിന്നെയാണ് ചൂടാക്കുന്നത്. ഇത് ശരിക്കും 2 എണ്ണത്തിനുള്ള മിക്സ് ഉണ്ട്. അപ്പോൾ ഇത് ഞാൻ ഒറ്റന്ന് സിംഗിളായിട്ട്, ടൈമില്ലാത്തതുകൊണ്ട് ഒറ്റന്ന് സിംഗിളായിട്ട് ഉണ്ടാക്കുകയാണ്. നിങ്ങൾ 2 എണ്ണം ഉണ്ടാക്കിയാൽ മതി, അധികം ഹൈറ്റ് വേണ്ട. ഇത് ഏകദേശം ഒരു 1.5 ഇഞ്ചിൻ്റെ മുകളിലുണ്ട്. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു 3/4 ഇഞ്ച് വലുപ്പമുള്ള ഓരോന്ന് ഉണ്ടാക്കിയാൽ മതി. ഇപ്പോൾ ഞാൻ അടുപ്പ് കത്തിച്ചിട്ട് നല്ലോണം ആദ്യം ചൂടാക്കിയ ശേഷം പിന്നെ ഒരു 15 മിനിറ്റ് ചെറു തീയിൽ വെക്കുക. ആദ്യം ജസ്റ്റ് ഒന്ന് നല്ലോണം ചൂടാക്കണേ. അങ്ങനെ 15 മിനിറ്റ് കൊണ്ട് ഞാനൊന്ന് കുത്തി നോക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിലൊന്നും പിടിച്ചിട്ടില്ല. അപ്പോൾ സംഭവം അടിഭാഗമൊക്കെ വന്നിട്ടുണ്ട്. ഇനി മോൾ ഭാഗം ഒന്ന് കുറച്ച് വേവാൻ ബാക്കിയുണ്ട്. അപ്പോൾ ഞാൻ അടുപ്പിൽ നിന്ന് എടുത്തിട്ട് ഇത് തിരിച്ചിടണം. അപ്പോൾ തിരിച്ചിടാനുള്ള ഐഡിയ എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഒരു അടപ്പ്, ഇതിൻ്റെ അകത്ത് കയറാൻ പറ്റുന്ന ഒരു അടപ്പിട്ടിട്ട് ജസ്റ്റ് കൊണ്ട് ആക്കുക. കണ്ടോ, ഒന്നും കരിഞ്ഞിട്ടില്ല, നല്ല സൂപ്പറായിട്ടുണ്ട്. ഇനി തിരിച്ച് ഇതിൻ്റെ ഉള്ളിലേക്ക് മെല്ലെ അങ്ങോട്ട് നാക്കിൽ അതിൻ്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് ഇടുക. അപ്പോൾ അതുമായിട്ടുണ്ട്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ടേബിൾ സ്പൂൺ കൊണ്ട് ഒന്ന് അമർത്തി കൊടുത്തിട്ട് ഇതിൻ്റെ സൈഡിലൂടെ സ്വല്പം വെളിച്ചെണ്ണ ഇട്ട് ഒഴിച്ചു കൊടുക്കുക. ഇതേപോലെ ഒരു സ്വല്പം മതി, എല്ലാ ഭാഗത്തും ഒന്ന് അടിയിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നേരത്തെ ഞാൻ മറിച്ചിട്ട ഒരു പാത്രം ഉണ്ടല്ലോ, അതിൻ്റെ അകത്ത് വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്നിട്ട് പ്രസ് ചെയ്യുക. ഇനി വീണ്ടും ഞാനൊരു 15 മിനിറ്റ് ഒരു ഏറ്റവും ലോ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. ഇപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞ് ഇപ്പോൾ സംഭവം ഞാൻ ഇനി പുറത്തെടുക്കാൻ പോവാണ്. ഇതേപോലെ അടപ്പ് വെച്ചിട്ട് കമഴ്ത്തിയിട്ടു. അടിപൊളി സംഭവമാണ്. ഇത് കുറച്ച് ഹൈറ്റ് കൂടുതലാണ്. അപ്പോൾ നിങ്ങൾ ഇത്ര ഹൈറ്റിൽ ഉണ്ടാക്കണ്ട, ഞാൻ ടൈമില്ലാത്തതുകൊണ്ട് ഒറ്റ സിംഗിൾ ഉണ്ടാക്കിയാണ്. അപ്പോൾ അധികം ഹൈറ്റ് ഇല്ലാത്ത 2 പീസ് എടുത്താൽ മതി, അതിനനുസരിച്ചിട്ട് അളവ് ചെയ്താൽ മതി നിങ്ങൾ. അപ്പോൾ കുരുമുളക് പൊടി ഇടാൻ മറക്കരുത്. ഇതാണ് ആ പാത്രം, ഇതിനടിയിലൊന്നും പിടിച്ചിട്ടില്ലാണ്ടല്ലേ, നല്ല സൂപ്പറാണ്. ഞാനിപ്പോൾ എൻ്റെ ഒരു കട്ടിങ് എങ്ങനെ വെച്ചാൽ ഞാൻ സാധാരണ 8 പീസായിട്ടാണ് കട്ട് ചെയ്യാറുള്ളത്. ഇതിപ്പോൾ തന്നെ സെൻറ്ററിലൊന്ന് കട്ട് ചെയ്തു, പിന്നെ ഇങ്ങനെ ക്രോസായിട്ടൊന്ന് കട്ട് ചെയ്തു. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പച്ചക്കറികളിൽ ആദ്യം ഒന്ന് മൊത്തം ഉപ്പ് പുരട്ടി വെച്ച് കഴിഞ്ഞാൽ ഒന്ന് നന്നായി കിട്ടും. അപ്പോൾ ഞാൻ സാധാരണ അങ്ങനെ ചെയ്യാറുള്ളത്. അപ്പോൾ അത് വീണ്ടും ഒന്ന് ഉറപ്പിച്ചു എന്നുള്ളൂ.
ഇതുപോലെ അങ്ങോട്ട് മിക്സ് ചെയ്യുക. ഇനി ക്യാബേജ് ഇടാം, എല്ലാ പച്ചക്കറികളും ഇടാം നമുക്കിങ്ങനെ പെട്ടെന്ന് വേവുന്ന പച്ചക്കറികളൊക്കെ ഇട്ടോ. ഇതിപ്പോൾ ഞാനൊരു പീസ് ഇങ്ങോട്ട് എടുക്കുകയാണ്, ഉണ്ടല്ലേ, നല്ല അടിപൊളി സ്പോഞ്ച് പോലെ ഉണ്ട്. ബേക്കിംഗ് സോഡയും മറ്റേ ബേക്കിംഗ് പൗഡർ ഒന്നും ഇടേണ്ട ആവശ്യമില്ല, കണ്ടല്ലേ, അടിപൊളിയായിരിക്കുന്നത്. ഇത് കുറച്ച് ഹൈറ്റ് കൂടുതലാണ്, തിക്നെസ്. അപ്പോൾ ഇതിൻ്റെ ഹാഫ് മതി, അതാണ് കുറച്ചും കൂടി ഇതാകുക. കട്ട് ചെയ്ത് കിട്ടില്ലെങ്കിൽ ഒന്ന് കത്തിയോണ്ട് ഒന്നുകൂടി കട്ട് ചെയ്ത് കൊടുത്താൽ മതി, കണ്ടില്ലേ. അപ്പോൾ അതുപോലെ നിങ്ങൾ ഉണ്ടാക്കുക. നല്ല 4 മണി പലഹാരമൊക്കെ ആയിട്ട് ഉപയോഗിക്കുക. ഇതുപോലെ ഒരുപാട് വെറൈറ്റി ഫുഡുകൾ, ഒരുപാട് ലോകയാത്രകൾ, ഇന്ത്യൻ യാത്രകളൊക്കെ ഉണ്ട്. അതൊക്കെ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുക. അപ്പോൾ നമ്മുടെ സാക്സ് വെറൈറ്റീസ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ അതുപോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്. എന്നാൽ താങ്ക് യു.